ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉടുപ്പിയിലാണ്. ഉടുപ്പിയിലെത്തിയ വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉടുപ്പിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണ്? ഇതൊരു ടെമ്പിൾ ടൂറിസത്തിൻ്റെ സ്ഥലമാണ്, ഒരു പിൽഗ്രിമേജ് സെൻറ്ററാണ്, തീർത്ഥാടന കേന്ദ്രം. അതായത് ഉടുപ്പി കൃഷ്ണനെ കാണാനാണ് എല്ലാവരും വരുന്നത്, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. അപ്പോൾ രാവിലെ ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ റെഡിയായി ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് ഉടുപ്പി കൃഷ്ണൻ്റെ ഭാഗത്തേക്ക് പോകാം, ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാം. യെസ്, നമ്മൾ ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോകണ പോലെയാണ് കേട്ടോ. ഉടുപ്പി കൃഷ്ണൻ ഇവിടെ പോകുമ്പോൾ ഇതിൻ്റെ അങ്ങോട്ട്, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് കാറൊന്നും അലൗഡ് അല്ല. നമ്മളിങ്ങനെ ഒരു വലിയ ആർച്ച് വേ ആണ്. ഇതൊരു ലൊക്കേഷൻ പോലെയാണ്. ഇത് തൊട്ട് അങ്ങോട്ട് ഒരു സീക്രട്ട് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അകത്തേക്ക് പോകാം. അഖണ്ഡ ഉദയാസ്തമന ഗീതാ പാരായണമാണ് ഇവിടെ നടക്കുന്നത്. എൻട്രൻസ് ആണ്, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരിയായിട്ട് കമ്പി കെട്ടിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോകുന്ന വഴിയാണ്. നമുക്ക് ഗോശാല കണ്ടു പോകാൻ പറ്റും. ഇതൊക്കെ ഗോശാലയിലെ പശുക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ 8 മഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് അറിയാൻ പറ്റും. ശ്രീ പുത്തേഴത്തുമന, പുത്തേജീമന, ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് പല മഠങ്ങൾ, ദാറ്റ് ഇസ് മൊണാസ്ട്രീസ്. മാധവാചാര്യാണ് ഈ 8 മഠങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ക്യൂ ആയിട്ടാണ് ആൾക്കാർ ദർശനത്തിനായിട്ട് പോകുന്നത്. ഭഗവാനെ പുറത്തേക്ക് അനയിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള പൂജാതി കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഉത്സവമൂർത്തിയായിട്ട് പോകുന്ന രഥങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഇപ്പോൾ അകത്ത് തന്നെ ഉണ്ട്. ആ ഭാഗത്ത് കാണുന്നതാണ് ശ്രീ പുത്തിക്കി മഥ. ഇങ്ങനെ ചുറ്റും പല കാര്യങ്ങളാണ്. അപ്പോൾ ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു, പതുക്കെ സ്ലോ പേസിൽ. രഥത്തിൻ്റെ താഴെ വന്നു തേൻ. ഇതാണ് ഉത്സവമൂർത്തിയായിട്ട് പുറത്ത്. ഇത് വൈകുന്നേരം സന്ധ്യാസമയത്താണ് ഈ പൂജയൊക്കെ നടക്കുന്നത്. വെളിയിൽ വലിയ രഥങ്ങൾ. ഇവിടുത്തെ ഈ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് മാധവ സരോവർ എന്നാണ് പറയുന്നത്. ഫേമസ് ആണത്. കാരണം ഈ പോണ്ടിലാണ്, അല്ലെങ്കിൽ ഈ ഒരു കുളത്തിലാണ് ഭഗവാന്റെ സ്റ്റാച്ചു, ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു സ്റ്റാച്ചു കിട്ടിയിരുന്നല്ലോ അദ്ദേഹത്തിന്, മാധവാചാര്യൊക്കെ. അതായത് ചെളിയിൽ പൊതിഞ്ഞ് എന്ന് പറയുന്നു, ചന്ദനത്തിൽ പൊതിഞ്ഞ് കിട്ടിയെന്ന് പറയുന്നത്. എന്തായാലും ചന്ദനമോ അല്ലെങ്കിൽ ഒരു ചെളിയിൽ മഡിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന ആ ഒരു വിഗ്രഹം ഇവിടെയാണ് കുളിപ്പിച്ചെടുത്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാധവ സരോവർ എന്ന് പറഞ്ഞ് ഫേമസ് ആയി. ഇവിടുന്നാണ് ഈ ഭഗവാന്റെ വിഗ്രഹത്തിനെ അകത്തെ ശ്രീകോവിലിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്. ഈ ക്ഷേത്രക്കുളത്തിലാണിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടെമ്പിൾ പ്രീസ്റ്റുകളെല്ലാം തന്നെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ സ്നാനം ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാന പ്രീസ്റ്റ് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇവിടെ ഈ ക്ഷേത്രക്കുളത്തിൽ വന്നിട്ട് കുറച്ച് റിച്വൽസൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുക. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ടെമ്പിളിലെ കൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹത്തിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐതിഹ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അത് ഇപ്രകാരമാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജന്മം നൽകിയ മാതാവ് ദേവകിയിൽ നിന്നും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നല്ലോ. കാര്യം അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് തന്നെയാണ് പിന്നെ യശോദയുടെ കയ്യിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേവകിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാക്കി സ്റ്റേജസ് ഓഫ് ലൈഫ്. ആ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ ബേർത്ത് മദർ, അല്ലാണ്ട് അത് അവരുടെ ടീനേജോ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കടമായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു, ആ ഒരു ചെറുപ്രായത്തിൽ, ഒരു ഉണ്ണിക്കണ്ണനായിരിക്കുന്ന ആ പ്രായത്തിൽ അമ്മയെ പോയി വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയെ പോയി കാണണമെന്ന് തോന്നി. കാരണം അമ്മയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈൽഡ്ഹുഡൊക്കെ മിസ് ചെയ്ത ഒരാളാണ്. അതൊന്നും വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല, പ്ലേഫുൾ ആക്ടിവിറ്റീസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ചൈൽഡ്ഹുഡിലെ. അപ്പോൾ അമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ കൂടെ ആ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് ചെറിയ കൃഷ്ണനായിട്ട് വീണ്ടും രൂപം കൊണ്ട് ഇതെല്ലാം അമ്മയെ കാണിക്കാനായിട്ട്, ചൈൽഡിഷ് ആക്ടിവിറ്റീസ് എല്ലാം കാണിക്കാനായിട്ട് തീരുമാനിക്കുന്നു പോകാനായിട്ട്. അങ്ങനെ പക്ഷേ ഒരു തീരുമാനം എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ കുട്ടിയായിട്ട് മാറുമ്പോൾ ഇത് അമ്മ മാത്രമല്ല കാണുന്നത്, വൈഫ് രുക്മിണിയും ഇതൊക്കെ വിറ്റ്നസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. കാര്യം വലിയതായിട്ടാണല്ലോ പിന്നെ ചെറുതാകുന്നത് ആ ഒരു രൂപം എടുക്കുന്നത്. എന്നാൽ രുക്മിണി ദേവി ഭാര്യയാണെങ്കിലും
ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ബാലകൃഷ്ണ എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞു ബാലനെയും ഭയങ്കരമായിട്ട് രുക്മിണിക്കും ഇഷ്ടമായി. എന്നിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ബാലകൃഷ്ണനായിട്ടുള്ള കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു. ഏത് ശില്പിയാണത് കൊത്തിയെടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വകർമ്മൻ തന്നെയാണെന്നാണ് പറയുന്നത്. സാലിഗ്രാമിൽ വിശ്വകർമ്മ തന്നെ നേരിട്ട് ആ ഒരു ബാലഗോപാലൻ്റെ അല്ലെങ്കിൽ ബാലകൃഷ്ണൻ്റെ വിഗ്രഹം നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് അർജുന ഭഗവാൻ ഇതേ ഐഡൽ രുക്മിണി വനത്തിൽ ഉപേക്ഷിച്ച് പോകുന്നു. അതവിടെ സെഞ്ച്വറീസ് ഇങ്ങനെ തന്നെ കിടക്കുന്നു. അൺടിൽ അത് തിരിച്ച് കണ്ടെത്തുന്നത് വരെ നൂറ്റാണ്ടുകൾ ആ ഒരു രുക്മിണി വനത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് വീണ്ടും തിരിച്ചു കിട്ടുന്നത്. ഈ ബാലകൃഷ്ണ വിഗ്രഹം ഇങ്ങനെ ആ ഒരു വനത്തിൽ ഇങ്ങനെ കിടക്കുകയും അതിൽ ലെയേഴ്സ് ആൻഡ് ലെയേഴ്സ് ഓഫ് സാൻഡൽവുഡ് ക്ലേ വന്ന് അതിൻ്റെ ചന്ദനത്തിൻ്റെ ചെളിയാണെന്നാണ് പറയുന്നത്, ക്ലേ ഡിപ്പോസിറ്റഡ് ഓവർ ഇറ്റ്. അങ്ങനെ ഒരു സോളിഡായിട്ടൊരു സ്ട്രക്ചറായിട്ടത് മാറി. അതായത് ആ വിഗ്രഹത്തിന് ചുറ്റും ഒരു കളിമണ്ണ് പോലെ ചന്ദനത്തിൻ്റെ മണ്ണ് കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് കട്ട പിടിച്ച് വന്നു. അപ്പോൾ ഈ വിഗ്രഹം ആർക്കും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം അതിന് ചുറ്റും ഒരു കളിമണ്ണ് കൊണ്ട് പൊതിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് കുറേ മർച്ചൻസ്, കുറേ കച്ചവടക്കാർ കുറേ തടി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ആ ഒരു 13-ാം നൂറ്റാണ്ടിൽ ആ വനത്തിൽ നിന്നും അത് ഷിപ്പിൽ കയറ്റി എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഈ ഐഡൽ എലോങ് വിത്ത് ആ ഒരു സാൻഡ് ഇങ്ങനെ പൊതിഞ്ഞ കാര്യമായിട്ട് അവിടേക്ക് പോകുന്നു. ഇപ്പോഴടുത്ത് മാൽപേ കോസ്റ്റ് എത്തിയപ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റ് പോലെയൊക്കെ വരികയും ആ ഷിപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ് തടസ്സപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ശ്രീ മാധവാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി, അതായത് സ്വാതക സ്ത്രോത്ര എന്ന് പറയുന്ന ഒരു കൃതിയുടെ രചനയിലായിരുന്നു. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്റ്റോം വരുന്നു, ഒരു ഷിപ്പ് അവിടെ ഇങ്ങനെ സ്ട്രാൻഡൽഡ് ആവുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഷിപ്പ് വിത്ത് മേർച്ചൻസ് ആ ഉടുപ്പി തീരത്തേക്ക് ഇങ്ങനെ വരാനായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നു, രക്ഷപ്പെട്ട് വരാനായിട്ട്. അങ്ങനെ ഫൈനലി ഷോറിലെത്തിക്കഴിഞ്ഞപ്പോൾ കരയിലെത്തിയപ്പോൾ ആ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അദ്ദേഹത്തോട് ചോദിച്ചു, ശ്രീ മാധവാചാര്യോട് ചോദിച്ചു, ഇതിനകത്ത് ഈ ഷിപ്പിനകത്തുള്ള നിറയെ തടി കഷ്ണങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താണ് പ്രത്യുപകാരമായിട്ട് വേണ്ടത്, ഈ കപ്പലിൽ നിന്നുള്ള ഏത് കാര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മാധവാചാര്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കപ്പലിനകത്തുനിന്ന് ഇങ്ങനെ ക്ലേ കൊണ്ട് മൂടിയ ആ ഐഡൽ റാപ്ഡ് ഇൻ ക്ലേ ആൻഡ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ്സ് അതാണ് അദ്ദേഹം എടുക്കുന്നത്. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം അറിയുന്നില്ല ശ്രീകൃഷ്ണൻ്റെ ഐഡൽ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം. പിന്നീട് ഈ ഒരു ലോക്ക് പീസ്, ഒരു തടിക്കഷ്ണം പോലെ അദ്ദേഹം അത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കയ്യിൽ നിന്നും അത് വീഴുന്നു, തറയെ വീണിട്ട് അതിനകത്ത് ഐഡൽ ഉണ്ടെന്ന് വിസിബിൾ ആകുന്നു. അതായത് ആ തടിക്കഷ്ണം താഴെ വീഴുന്നു, അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ചെളിയുടെ ആ കട്ട പിടിച്ചിരുന്ന ഭാഗമൊക്കെ മാറിയിട്ട് അകത്തൊരു വിഗ്രഹം കാണുന്നു. അപ്പോൾ ഓൾറെഡി ശ്രീ മാധവാചാര്യ കൃഷ്ണ ഭഗവാന്റെ ഒരു വലിയ ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന് അത് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതിൻ്റെ പ്രകാരമാണ് ഇവിടെ വന്നിട്ട് ഈ ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനും മഠവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫൈനലി ഈ ബാലകൃഷ്ണൻ്റെ വിഗ്രഹം ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ, ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു, ആ കുളത്തിൽ കഴുകിയെടുത്ത ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനൊരു ക്ഷേത്രം പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട്, ഇത്രയും വലുതൊന്നും അല്ല ആ സമയത്ത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ക്ഷേത്രം പണിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വലിയൊരു ഭക്തൻ കനകദാസൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, കനകദാസ. അദ്ദേഹം ശ്രീകൃഷ്ണ ടെമ്പിൾ ഉടുപ്പിയിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ലോവർ കാസ്റ്റിലെ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന് ഉള്ള എൻട്രി ഡിനൈ ചെയ്യാണ്. അകത്തേക്ക് കടക്കാൻ പറ്റില്ല, കാര്യം ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. പക്ഷേ കനകദാസ എന്ന് പറയുന്ന ഈ ഒരു ഡിവോട്ടി, അദ്ദേഹം കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നം, അത്രയ്ക്ക് വലിയ ഭക്തിയാണ്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ആ ഭാഗത്തിരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ലോർഡ് കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഭഗവാന്റെ വിഗ്രഹം, അവിടെ പോയി പ്രാർത്ഥിക്കാൻ നടക്കുന്നില്ല അകത്ത്. അപ്പോൾ പടിഞ്ഞാറേ ഭാഗത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് ആ മതിൽക്കെട്ടിൻ്റെ സൈഡിൽ. അന്നേരം ഇത് ഐതിഹ്യമാണ്, ആ വാള് അദ്ദേഹം ഇരുന്ന ഭാഗത്തെ ചുവര് ഒരു ക്രാക്ക് വരികയും അതിനകത്ത് ആ ഭാഗത്തേക്ക് അകത്തുള്ള വിഗ്രഹം വെസ്റ്റ് സൈഡ്, അതായത് പടിഞ്ഞാറേ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ വെയിറ്റിംഗ് ഡിവോട്ടിയായ കനകദാസന് ദർശനം കൊടുക്കുന്നു. അതിനുശേഷം കൃഷ്ണ ഐഡൽ ഇൻ ശ്രീകൃഷ്ണ ടെമ്പിൾ ഉടുപ്പി ഫേസസ് വെസ്റ്റാണ്. ഈ ഒരു പടിഞ്ഞാറ ഭാഗത്തേക്കാണ് ഈ ഒരു വിഗ്രഹം ഫേസ് ചെയ്യുന്നത്. അതായത് ഈ ഭാഗത്തല്ല, ഇപ്പോൾ ഉടുപ്പി പ്രദേശത്തെല്ലാം തന്നെ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വിഗ്രഹങ്ങളാണ് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് ആ വാളിൽ എവിടെയാണോ ആ ക്രാക്ക് ഉണ്ടായത് അവിടെയാണല്ലോ, അതുവഴിയാണ് ആ ഒരു വെടിച്ച് മാറി അവിടെ കൂടിയാണ്
ആ ഒരു ഭാഗത്തു കൂടിയാണ് കനകദാസിന് ദർശനം കിട്ടുന്നത്. അപ്പോൾ ആ ഭാഗം ഒരു വിൻഡോ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ ഡിവോട്ടിയുടെ കനകദാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം കനകക്കിണ്ടി, കനാകിണ്ടി എന്നും പറയും, കനകക്കിണ്ടി എന്നും പറയും. കനാകിണ്ടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു ജനാല പോലെയാണ്, വാതായനം പോലെ. അപ്പോൾ ഇതുവഴിയും നമുക്ക് ദർശനം കിട്ടും. അതായത് മെയിൻ ദർശനത്തിന് പറ്റിയില്ലെങ്കിലും ഡിവോട്ടീസിന് വലിയ ക്യൂവിൽ നിൽക്കാൻ പറ്റിയില്ല, ചെറിയ ക്യൂവിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കിണ്ടി അല്ലെങ്കിൽ കനകക്കിണ്ടിയിലൂടെ ഈ ഒരു ജനാലയിലൂടെ നമുക്ക് ദർശനം, പ്രധാന ഡയറ്റിയുടെ ദർശനം കിട്ടും. ഇപ്പോൾ ഉള്ള ഡിവോട്ടീസിനൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഇതുപോലെ ഒരു ക്ഷേത്രമോ ഇതുപോലെ ഒരു ആചാരമോ അതുപോലെ ഒരു കാര്യം വേറെ എവിടെയുമില്ല. ഇതിവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. ഒരു നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. അകത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വന്ന് തന്നെ കാണണം. കാരണം നമുക്ക് അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല, പക്ഷേ ഭയങ്കര ഹോളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. സിൽവർ വാതിലുകളും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള മച്ചും ഗോപുരവും അകത്തെ വിഗ്രഹത്തിൻ്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ബാലഗോപാലാണ്. അതായത് കൃഷ്ണ ഭഗവാന്റെ ചെറിയ കുട്ടിയായിട്ടുള്ള രൂപമാണ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കാണേണ്ട കാഴ്ചയാണ്. ഓക്കെ, കിണ്ടിയിലൂടെയും ദർശിക്കാം. അത് ചെറിയ ജനാലയിലൂടെ ഇത് വെളിയിലിറങ്ങി. അപ്പോൾ വന്ന് പ്രാർത്ഥിച്ച് പോകേണ്ട സ്ഥലമാണ്. ഭയങ്കര ഒരു ഹോളി ഫീൽ, നമുക്കൊരു ആ ഒരു ഫീല് കിട്ടും, ഭയങ്കര പോസിറ്റിവിറ്റി. നേരെ ഇറങ്ങി വരുമ്പോൾ ഇനി ഇവിടെ അന്നദാനമുണ്ട്, പക്ഷേ അത് 12 മണി തൊട്ട് 3 മണി വരെയാണ്. നിലത്തൂണുണ്ട്, വേണമെങ്കിൽ നിലത്ത് തന്നെ നിലം കഴുകി തരും, അവിടെ ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ ഇലയിലൂണ്, അങ്ങനെയല്ല പ്ലേറ്റ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇനി രണ്ടാമത് വരണം. നമ്മളിപ്പോൾ രാവിലെയാണ്, നോക്കട്ടെ, പറ്റുമെങ്കിൽ തിരിച്ച് വരാം അന്നദാനം കഴിക്കാനായിട്ട്. ഇത്ര പൗരാണികമായ മരമാണ്. അതിൻ്റെ കാണുമ്പോൾ അറിയാമല്ലോ, ഒരു ഭാഗമൊക്കെ പോയിട്ട് പിന്നെ ചെറുതായിട്ട് അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മുകളിലേക്ക് വളർന്നു തുടങ്ങി. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഗീതാപാരായണം നടക്കുന്ന സ്ഥലം. അഖണ്ഡ ഉദയാസ്തമന ഗീതാപാരായണമാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാൻറ്റിങ് മന്ത്രാസ് ഗീത പാരായണം ചെയ്ത് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം ഫുൾ ടൈം. ഇവിടെ സൈഡിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ, ചെറിയ വിഗ്രഹങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ, ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള സൊവനിയേഴ്സ് പോലെ ഭഗവാന്റെ ചെറിയ രൂപമൊക്കെ നമുക്ക് വാങ്ങിയിട്ട് പോകാം. പിക്കിൾസ്, ഉടുപ്പി സ്പെഷ്യൽ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചട്നിപ്പൊടി, പുളിയോദരപ്പൊടി എല്ലാം കിട്ടും. ഓക്കെ, ഒരു പുളിയോദര പൊടി എടുക്കാം. ചട്നിപ്പൊടി, ഇത് ദോശ ചട്നി, ഓക്കെ, ചമ്മന്തിപ്പൊടി, പിന്നെന്താ ഇത് ഇവരുടെ സാമ്പാർ പൊടി, ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിനോട് ചേർന്നിരിക്കുന്ന ഷോപ്സാണ്. രസം പൗഡർ, അങ്ങനെ പിന്നെ ഇവരുടെ കുറേ ടിപ്പിറ്റ്സ് കാര്യങ്ങൾ, കുറേ ടൈപ്പ് ഓഫ് കൊണ്ടാട്ടംസ്. കൊക്കുമുണ്ട്. ദാറ്റ് ഇസ് കൊക്കും മീൻസ് ഗോവൻ, ഗോവയെന്ന് വരുന്നത് ഇത്. അതന്നെ കൊക്കും ജ്യൂസ് ഉണ്ടാക്കണേ, അത് തന്നെ കൊക്കും ജ്യൂസാണത്. ഓക്കെ, കുടിക്കാനുള്ളതാണ് അല്ലേ, മിക്സ്ഡ്. ഓക്കെ, എടുത്തോളൂ എന്തായാലും. കൊക്കും അത് ഗോവ സ്റ്റൈൽ അവിടെയൊക്കെ കിട്ടുന്ന സാധനമാണ്. ഗോവ ടു കേരള. ഓക്കെ, കോമൺ ആണ്. കൊക്കും നമ്മുടെ കുടംപുളി പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ രണ്ടാണ് കേട്ടോ, ഡിഫറെൻ്റ് ആണ്. അതിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി. ഇതിങ്ങനെ 1, 2, 3 ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ സ്പെഷ്യലായിട്ട് പൈസ കൊടുത്തിട്ടാണല്ലോ ഇവർക്ക് ഈ കടകൾ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അമ്പലത്തിനോട് ചേർന്നിരിക്കുവാണ്. ഇതാണ് അകത്തെ വിഗ്രഹത്തിൻ്റെ സെയിം പോസ്ചറാണിത്. അതായത് ബാലഗോപാലൻ, ചെറിയ കൃഷ്ണൻ, ഒരു കയ്യിൽ മത്തും ഒരു കയ്യിൽ കയറല്ലേ കയ്യിൽ. ഓക്കെ, റോപ്പുമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ രൂപമാണ്, ഈ രൂപമാണ് അകത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിയിട്ട് പോകാം. ഓക്കെ, എന്താ വില ഇത്? ഓക്കെ, ഡിഫറെൻറ്റ് റേറ്റ്സ്. അതെ, 200 ഇസ് ഓൾസോ ദർ. ഇത് പലതരം കൃഷ്ണ ഭഗവാന്റെ രൂപങ്ങളുണ്ട്, പക്ഷേ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ രൂപമാണ്. ആമയുണ്ട്. ആമ ഇസ് ഭയങ്കര ഔസ്പീഷ്യസ് ആയിട്ടല്ലേ വിചാരിക്കുന്നത്. ആമയുടെ രൂപം. ഹൗ മച്ച് ഫോർ ദിസ്? 525. ഓക്കെ, ബ്യൂട്ടിഫുൾ ആമ. ഇതും കൂടി മേടിച്ചാലോ? ഇതെന്താ ഇങ്ങനെ പൊക്കി വെക്കുന്നേ? ഇത് ഒരെണ്ണം ഇങ്ങനെ ഹൈറ്റ്, ഇതും അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? ഓ, അതിന് അങ്ങനെ ഇല്ല. ഓ, അതുകൊണ്ടാണല്ലേ. അപ്പോൾ ഏതാ വേണ്ടത്? 5 യന്ത്രം. ഓക്കെ, ശ്രീചക്ര. എന്തൊക്കെയാ വരിക 5 യന്ത്രം? അല്ല, എന്തൊക്കെയാണ് ചക്ര മീൻസ് എന്തൊക്കെയുള്ള അകത്ത്? ഐശ്വര്യം അല്ലേ? ഓക്കെ, എല്ലാത്തിനും നല്ല ഐശ്വര്യം വരും. വല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, വീടുക്കും നല്ലതല്ലേ വീട്. ഓക്കെ, വീടുക്കും നല്ല 520. നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, മേടിക്കാം.
ഓക്കെ ഐ ടേക്ക് ദിസ്. അതായത് ഇവിടെ കൃഷ്ണഭഗവാന്റെ ഒരു കയ്യിൽ മത്താണല്ലോ, അപ്പം മത്ത് മാത്രമായിട്ട് ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രൂപം കേട്ടോ. അകത്തെ ഒരു കയ്യിൽ കുഞ്ഞ് ഈ എന്താ പറയുക, ഒരുപാട് കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന പ്രായത്തിലെ കൃഷ്ണ ഭഗവാനാണ്. മത്തും കയറും ഒക്കെ ആയിട്ടാണ് നടക്കുന്ന ആൾ. അപ്പം നല്ല തിരക്കായി കടയിൽ. ഞാനപ്പോൾ ഒരു ആമയെ മേടിച്ചു. ലക്കി ചാമ്പാണത് ആമ. ആൻഡ് ഭഗവാന്റെ ഒരു ചെറിയൊരു ബ്രാസിലൊരു വിഗ്രഹം നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാനാണ്. ഇതുപോലെയുള്ള കടകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ ഇവിടുന്ന് നടന്ന് നമ്മൾ വന്ന വഴിയിലൂടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നല്ല ഒരു ദർശനം കിട്ടി, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോസിബിളാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷ ദിവസമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ ക്രൗഡില്ല. ഉണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പോകാം. ഉച്ച സമയമായി, 12 മണി തൊട്ടാണ് അന്നദാനം. അത് കഴിക്കാനായിട്ട് തിരിച്ച് വന്നതാണ്. ഇത് ഭോജനാലയത്തിലേക്കുള്ള തിരക്കാണ്. അന്നദാനം, അവിടുത്തെ ക്യൂ ഉണ്ടോ? ഭോജനപ്രസാദം എന്നാണ് പറയുന്നത് ഇവിടെ അന്നദാനത്തിന്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ദിവസം നിലത്തൂണില്ല. അപ്പോൾ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ബുഫേ പോലെ ഇങ്ങനെ വിളമ്പി തരാണ്. അകത്ത് ക്യാമറ അലൗഡ് അല്ല. ഓക്കെ, അപ്പം ആ ഊണ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയി അതെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ സാറ്റർഡേസ് വന്നാൽ നിലത്തൂണ് കഴിക്കാം. അതായത് ഇലയൊന്നും ഇല്ലാണ്ട് തറയിൽ ഇങ്ങനെ കഴുകിയിട്ട് അതിലിട്ടിട്ട് കഴിക്കും, ചോറും കറിയൊക്കെ. അങ്ങനെ ഇപ്പോൾ ഉടുപ്പി വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇതും കൂടി ഉൾക്കൊള്ളിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ വന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോയി, പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും ഊണ് സമയത്ത് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി, സന്തോഷം. അപ്പോൾ ഉടുപ്പിയിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇവിടുത്തെ പ്രധാന കാര്യം, ഇതൊരു ടെമ്പിൾ ടൂറിസത്തിൻ്റെ സ്ഥലം തന്നെയാണ്. ഉടുപ്പി കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളെ അടുത്ത വീഡിയോ കാണാം. അത്